സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചായിട്ടുള്ള കോഗ്നേറ്റീവ് തിയറീസ് ഓഫ് ലേണിംഗ് ആണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പിയാഷെയുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി എന്താണെന്ന് നാം കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്തതാണ് എന്താണ് കോഗ്നേറ്റീവ് തിയറി ഓഫ് പിയാഷെ. പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ലേണിങ്ങും നാം കണ്ടതാണ്. ഇന്ന് നാം കാണുക എന്താണ് ബ്രൂണേഴ്സ് തിയറി ഓഫ് കോഗ്നേറ്റീവ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് തിയറി ഓഫ് ബ്രൂണറിൻ്റെ കോഗ്നേറ്റീവ് തിയറി എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ബ്രൂണേഴ്സ് തിയറി ഈസ് ആക്ച്വലി എംഫസിസ് ഓൺ ലേണറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു തിയറിയാണ് ബ്രൂണറിൻ്റെ. പിയാഷെയുടെ തിയറി കണ്ടപ്പോൾ നാം ശ്രദ്ധിച്ചു, അവിടെ ലേണറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ എൻവയോൺമെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ തന്നെയും ലേണർ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു നോളജ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത് എന്നതാണ് ഇവിടെ കൂടുതൽ എംഫസിസ് കൊടുത്തിരിക്കുന്നത്. സോ ബ്രൂണറിൻ്റെ തിയറിയിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് കോഗ്നേറ്റീവ് തിയറി ഓഫ് ലേണിങ്ങിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേണർ സ്വന്തമായിട്ട്, അതായത് ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ സ്വന്തമായിട്ട് ഒരു ന്യൂ ഇൻഫർമേഷൻ, ന്യൂ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ബ്രൂണർ പറയുന്നത്. സോ ഇവിടെ ഒരു ചൈൽഡ് ശരിക്കും ഒരു കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക, അതുകൊണ്ട് ഇതിനെ കൺസ്ട്രക്റ്റീവ് തിയറി ഓഫ് ലേണിംഗ് എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. സോ ദിസ് തിയറി മെയിൻലി ഫോക്കസസ് ഓൺ ദ ചൈൽഡ് അല്ലെങ്കിൽ ലേണർ, ഇൻ വിച്ച് ഈച്ച് ചൈൽഡ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ടീച്ചറിൻ്റെ കടമ. അല്ലാതെ സിംപ്ലി ടെൽ സംതിങ് അബൌട്ട് നോളജ്, അതല്ല ഒരു ടീച്ചറിൻ്റെ കടമ എന്നാണ് ഇവിടെ ബ്രൂണർ തൻ്റെ തിയറിയിലൂടെ പ്രസ്താവിക്കുക. ഒരു ടീച്ചർ ഒരു നോളജിലേക്ക് എത്താൻ കുട്ടിയെ പ്രാപ്തനാക്കാനുള്ള ജസ്റ്റ് ഒരു ഹെൽപ്പർ മാത്രമായിരിക്കണം ഒരു ടീച്ചർ എന്നാണ് ഇവിടെ ബ്രൂണർ പറയുന്നത്. കുട്ടി തന്നെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കേണ്ടത് നോളജിനെ. ആ രീതിയിലാണ് ബ്രൂണർ തൻ്റെ തിയറിയെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ബ്രൂണറിൻ്റെ പ്രധാനപ്പെട്ട ബ്രൂണർ മുന്നോട്ട് വയ്ക്കുന്ന 3 സ്റ്റേജസ് ഓഫ് ലേണിംഗ് ഉണ്ട്. ഒന്ന് അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് ഐക്കോണിക്, പിന്നെ ഒന്ന് സിംബോളിക്. ഇതിൽ അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഏറ്റവും പ്രൈമറി ഘട്ടം, 1 വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തിനെ നമുക്ക് അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയാം. ഈ ഒരു സ്റ്റേജിൽ കുട്ടി ആക്ച്വലി തൻ്റെ ആക്ഷൻസിലൂടെയാണ് പുതിയൊരു കാര്യങ്ങൾ പഠിക്കുക, പ്രവൃത്തിയിലൂടെ, അതായത് ടച്ചിങ്ങിലൂടെ, അതുപോലെ കടിക്കുക, പിടിക്കുക, അങ്ങനെയുള്ള കുട്ടിയുടെ ഫിസിക്കൽ ആക്ഷനിലൂടെ കുട്ടി പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ബ്രൂണർ ഈ സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ ബ്രൂണർ ഇവിടെ പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ കുട്ടി ആക്റ്റീവായിട്ട്, അതായത് കുട്ടി പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ പഠിച്ചെടുക്കുന്നു എന്നാണ് ഈ അനാക്റ്റീവ് സ്റ്റേജിൽ പറയുന്നത്. കുട്ടി പല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ, അതായത് ഓരോ ആക്ടിവിറ്റി കുട്ടി ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി there is a tendency to repeat the same activity because each activity that means ഒരു കുട്ടി തൻ്റെ പ്രവൃത്തിയിലൂടെ മെമ്മറിയിലേക്ക് പുതിയൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് കുട്ടിയുടെ മെമ്മറിയിലേക്ക്. അപ്പോൾ ആ ഒരു ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു മസിൽ മെമ്മറിയാണ് അവിടെ ആക്ച്വലി സംഭവിക്കുക. കുട്ടിയിലേക്ക് ആ മെമ്മറി കൃത്യമായിട്ട് പോകും. ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്ത് കിട്ടിയാലും, ഈ ഒരു പ്രായത്തിൽ എന്ത് കിട്ടിയാലും കുട്ടി അത് വെച്ച് കളിക്കുന്നത് കാണാം. ആ കളിക്കുന്ന ആ ആക്ടിവിറ്റി ശരിക്കും കുട്ടിയുടെ ബ്രെയിനിലേക്ക് പുതിയൊരു ഇൻഫർമേഷനാണ് കൊടുക്കുക. ഇങ്ങനെ ചെയ്തപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നു, സെയിം ആക്ടിവിറ്റി പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നതും കാണാം. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജാണ് ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജിൽ കുട്ടി പഠിക്കുന്നത് ഇമേജസിലൂടെയാണ്. പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു നോളജ് കുട്ടിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇമേജസ് വഴിയാണ്. കുട്ടി കാണുന്ന ഇമേജസിലൂടെയാണ് പുതിയൊരു കാര്യം കുട്ടി പഠിക്കുക. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കാണുന്ന, അതായത് ഇപ്പോൾ പിക്ചർ ചാർട്ടുകൾ വഴി കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രൈമറി ക്ലാസ്സുകളിൽ. ഈ പിക്ചർ ചാർട്ടുകളിൽ കുട്ടി കാണുന്ന, അതായത് എൻവയോൺമെൻറ്റിൽ കുട്ടി കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ചില പിക്ചേഴ്സ്, വിമാനം, കാറ്, ജീപ്പ്, ആന, സിംഹം, അങ്ങനെ തൻ്റെ എൻവയോൺമെൻറ്റിൽ കുട്ടി കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പിക്ചർ ചാർട്ട് വഴി കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു രീതി നാം കണ്ടിട്ടുണ്ട്.
അത് ശരിക്കും ഈ ഒരു ഐക്കോണിക് സ്റ്റേജിൽ ആയിരിക്കുന്ന കുട്ടി, അതായത് ആഫ്റ്റർ 1 ഇയറിൽ കുട്ടി, ഒരു 1 ഇയർ തൊട്ട് 7 ഇയേഴ്സ് വരെയുള്ള ഒരു പീരീഡിൽ കുട്ടി കൂടുതലും എന്താണ് ഒരു ഒരു ഏജ്, ഒരു ഇമേജസ് വഴിയാണ് കുട്ടി കാര്യങ്ങൾ എന്താ ചെയ്യുക, റിട്രീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എപ്പോഴും ഇമേജസാണ് കുട്ടിയെ അതിന് സഹായിക്കുക. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഇവിടെ സിംബോളിക് സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഐക്കോണിക് സ്റ്റേജിൽ ഇമേജസ് വഴി കാര്യങ്ങൾ റിട്രീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിംബോളിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് വഴിയാണ് കുട്ടി കാര്യങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ലേൺ ചെയ്തെടുക്കുക ലാംഗ്വേജ് വഴിയാണ്. അതായത് ഇതുവരെ കുട്ടി ആക്റ്റീവായിട്ടുള്ളൊരു ഇനാക്റ്റീവ് സ്റ്റേജിൽ കുട്ടി ആക്ഷനിലൂടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഐക്കോണിക് സ്റ്റേജിൽ ഇമേജസ് വഴി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സിംബോളിക് സ്റ്റേജിൽ കുട്ടി ശരിക്കും ലാംഗ്വേജസ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ലാംഗ്വേജ് വഴിയാണ് കുട്ടി പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതായത് ഒരു കാര്യം കൺവേ ചെയ്യുന്നത് വേർഡ്സിലൂടെ. പലപ്പോഴും കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ കുട്ടി പറയുക വേർഡ്സിലൂടെ തന്നെ റെപ്രസെൻ്റ് ചെയ്യും. എനിക്ക് ഇന്ന കാര്യം വേണമെന്നുള്ളത് വേർഡ്സ് വഴി തന്നെ, ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെ റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ നമ്പേഴ്സിനെ കൃത്യമായിട്ട്, അതായത് എണ്ണങ്ങളെ സൂചിപ്പിക്കാൻ നമ്പേഴ്സ് ഉപയോഗിക്കുന്നു. മാത്തമാറ്റിക്കൽ എബിലിറ്റി കുട്ടിയുടെ വർദ്ധിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് സിംബോളിക് സ്റ്റേജ്. ഈ ഒരു 3 സ്റ്റേജാണ് ജെറോം ബ്രൂണർ ഇവിടെ പറയുന്നത്. ഈ 3 സ്റ്റേജസിലൂടെയാണ് കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സ് കടന്നു പോകുന്നതെന്നാണ് ബ്രൂണർ പറയുന്നത്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രൂണർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് പറയുന്നത് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പുള്ളി തിയറിയിൽ. സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് പിയാഷെ പറയുന്നതിന് വിപരീതമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ സ്പൈറൽ കരിക്കുലം കൊണ്ട് ഇവിടെ ബ്രൂണർ ഉപയോഗിച്ചിരിക്കുക. അതായത് സ്പൈറൽ കരിക്കുലം കൊണ്ട് ഇദ്ദേഹം പറയുന്നത്, ഒരു കുട്ടിക്ക് എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, കുട്ടിയുടെ ഏജിന് യാതൊരു ബന്ധവുമില്ല, നമുക്ക് ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യവും കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും ഏത് ഏജിലും എന്നാണ് ബ്രൂണർ പറയുന്നത്. എന്നാൽ പിയാഷെ പറയുന്നത് പ്രത്യേക ഒരു ഏജിൽ, ആ ഒരു സ്റ്റേജിൽ കുട്ടിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയില്ല. ഓരോ സ്റ്റേജിലും കുട്ടിക്ക് കഴിയാവുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരു സ്റ്റേജിൽ കുട്ടിക്ക് അത് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ എന്നാണ് പിയാഷെ പറയുന്നത്. എന്നാൽ ബ്രൂണർ പറയുന്നത് ഏതൊരു സ്റ്റേജിലും കുട്ടിയെ ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം പഠിപ്പിച്ചെടുക്കാം. പക്ഷേ എന്ത് വേണം, ഈ ഒരു പിക്ചർ വഴിയും അതുപോലെ ആക്ഷൻസ് വഴിയും അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അതാണ് ബ്രൂണർ പറയുന്നത്. ആ ഡിഫറൻസ് ശ്രദ്ധിക്കണം. അതുതന്നെയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഏജിലും നമുക്ക് ഏതൊരു കാര്യവും കുട്ടിയെ പഠിപ്പിച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഏറ്റവും കോംപ്ലക്സിറ്റി കുറച്ചിട്ട് വേണം പഠിപ്പിച്ചെടുക്കാനായിട്ട്, പിക്ചേഴ്സിലൂടെയും. അങ്ങനെ കുട്ടിയിലേക്ക് വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം തന്നെയും അതിനെ സ്റ്റേജസ് ആയിട്ട് വളരെ എന്താ പറയുക സ്മോൾ പോർഷൻസ് ആയിട്ട് കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റും എന്നാണ് ബ്രൂണർ പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യമാണ് സ്കാഫോൾഡിങ് എന്ന് പറയുന്നത്. കുട്ടിയെ സ്കാഫോൾഡിങ് എന്ന കൺസെപ്റ്റിലൂടെ ജെറോം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കുട്ടിയിലേക്ക് പുതിയൊരു നോളജ് ഡയറക്റ്റായിട്ട് ഒരിക്കലും കൊടുക്കരുത്. പകരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ ഹിൻറ്റുകൾ കൊടുക്കുക. ഹിൻറ്റുകൾ കൊടുത്തിട്ട് കുട്ടി എന്ത് ചെയ്യണം, അതിൻ്റെ കംപ്ലീറ്റ് നോളജിലേക്ക് കുട്ടി തന്നെ എത്തണം. ഒരു കൺസ്ട്രക്റ്റീവ് രീതിയിലേക്കാണ് ഈ ജെറോം ബ്രൂണറോട് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് തിയറി എന്നും കൂടി പേര് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് കുട്ടിയിലേക്ക് ചെറിയ ഹിൻറ്റുകൾ കൊടുത്തിട്ട്, ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ചെറിയ ചിത്രങ്ങളൊക്കെ പകുതി ഫില്ല് ചെയ്തിട്ടുള്ള ചെറിയ ചിത്രങ്ങൾ കുട്ടികളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. ഇതൊക്കെ തന്നെയാണ് ബ്രൂണർ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നോളജിൻ്റെ എന്താ പറയുക എക്സാക്റ്റ് ഫോം കുട്ടിയിലേക്ക് കൊടുക്കുന്നില്ല, പകരം അതിൻ്റെ ചെറിയ ഹിൻറ്റുകൾ കൊടുക്കുക എന്നുള്ള ഒരു ഹെൽപ്പർ മാത്രമാണ് ആക്ച്വലി ടീച്ചർ ഒരു നോളജിലേക്ക് എത്താനുള്ള ഹിൻറ്റുകൾ കൊടുത്തുകൊണ്ട് കുട്ടി തന്നെ സ്വന്തമായിട്ട് ഒരു നോളജ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ നോളജിൻ്റെ ഫൈനൽ ഫോമിലേക്ക് കുട്ടി സ്വയം എത്തുക എന്നുള്ളൊരു രീതിയാണ് സ്കാഫോൾഡിങ് എന്ന കൺസെപ്റ്റിലൂടെ ബ്രൂണർ ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതുപോലെ സ്പൈറൽ കരിക്കുലം നേരത്തെ പറഞ്ഞു ഞാൻ, സ്പൈറൽ കരിക്കുലം എന്താണെന്ന് പറഞ്ഞു. ഈ 2 കാര്യം കൂടി ബ്രൂണറിൻ്റെ തിയറി പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്.